കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് സേവിങ്സിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ചും സേവ് ചെയ്യുന്ന പണം പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ കുറിച്ചും നമ്മുടെ ആളുകളുടെ ഇടയിലുള്ള അവയർനെസ് കൂടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ഇന്ത്യയിലെ ആളുകളുടെ പെർ ക്യാപിറ്റ വരുമാനവും ഓരോ വർഷവും കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ ജനറേറ്റ് ചെയ്യുന്ന സർപ്ലസ് ആയിട്ടുള്ള പണം അവരുടെ ബേസിക് ആയിട്ടുള്ള ആവശ്യങ്ങൾ നിറവേറ്റിയതിന് ശേഷം ബാലൻസ് വരുന്ന അല്ലെങ്കിൽ അവർ സേവ് ചെയ്യുന്ന എമൗണ്ട് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തണം. ഈ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നതിന് നമ്മുടെ ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി സ്ഥാപനങ്ങൾ നിലവിലുണ്ട്. പ്രധാനമായിട്ടും ഇന്ത്യയിലെ 2 സ്റ്റോക്ക് മാർക്കറ്റുകൾ, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്, നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഉണ്ട്. അതുകൂടാതെ തന്നെ കമ്മോഡിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളുണ്ട്. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളെ സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഡെപ്പോസിറ്ററികളുണ്ട്, അനവധി ബ്രോക്കറേജ് ഫേമുകളുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഏകദേശം 45ഓളം മ്യൂച്വൽ ഫണ്ടുകളുടെയും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റിൽ നിന്നുള്ള നിക്ഷേപങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളും ഇൻവെസ്റ്റേഴ്സിന് സർവീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒട്ടനവധി സ്ഥാപനങ്ങളും ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ നിലവിലുണ്ട്. ഇന്ന് ഇന്ത്യയിലെ പോപ്പുലേഷൻ ഏകദേശം 145 കോടിയാണ്. ഈ 145 കോടി ജനങ്ങളിൽ ഏകദേശം 5 കോടി ആളുകൾ മാത്രമാണ് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തിയിട്ടുള്ളൂ. ആംഫിയുടെയും മറ്റും ഡേറ്റ അനുസരിച്ച് ഏകദേശം 17 കോടിയിൽ കൂടുതൽ മ്യൂച്വൽ ഫണ്ട് പോർട്ട്ഫോളിയോകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ യുണീക്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഏകദേശം 5 കോടിയാണ്. മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റകൾ അനുസരിച്ച് ഏകദേശം 17.5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഇന്ത്യയിൽ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. 145 കോടി ജനങ്ങളിൽ ഏകദേശം 5 കോടിയോളം ആളുകൾ മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 17.5 കോടി ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിൽ യുണീക്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് എത്രയാണെന്ന് ഉള്ള വ്യക്തമായിട്ടുള്ള കണക്ക് എൻ്റെ കയ്യിലില്ല. എങ്കിൽ തന്നെയും ഏകദേശം ഒരു 15 കോടി ആളുകളോളം ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 145 കോടി പോപ്പുലേഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ മ്യൂച്വൽ ഫണ്ട് പെനിട്രേഷൻ വളരെ കുറവാണ്. ഇനിയും നമ്മൾ ഒരുപാട് ദൂരം മുന്നോട്ട് പോകാനുണ്ട്. കൂടുതൽ വ്യക്തികൾ മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ തന്നെ ക്യാപിറ്റൽ മാർക്കറ്റിലും മറ്റും ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതിനനുബന്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങൾക്ക് അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. അതോടനുബന്ധിച്ച് തന്നെ ഫ്യൂച്ചറിലേക്ക് ഇതേപോലെ ഒട്ടനവധി സ്ഥാപനങ്ങളും നിലവിൽ വരാനായിട്ടുള്ള ചാൻസുമുണ്ട്. ഈ കാര്യങ്ങളെല്ലാം കണക്കിലെടുത്ത് മോത്തിലാൽ ഓസ്വാൾ മ്യൂച്വൽ ഫണ്ട് പുതിയതായിട്ടുള്ള ഒരു ഇൻഡെക്സ് ഫണ്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് എന്നാണ് ഈ ഫണ്ടിന്റെ പേര്. ഈ ഫണ്ട് ബെഞ്ച് മാർക്ക് ചെയ്യുന്നത് നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ടോട്ടൽ ഇൻഡെക്സിനെയാണ്. ഇതിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കഴിഞ്ഞ ഒരു വർഷത്തിൽ നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 28% റിട്ടേൺസ് കൊടുത്ത സമയത്ത് നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് 96.9%. 3 വർഷത്തിൽ നിഫ്റ്റി 50 12.4% റിട്ടേൺസ് കൊടുത്തപ്പോൾ ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് 31.9%. കഴിഞ്ഞ 5 വർഷത്തിൽ നിഫ്റ്റി 50 16.6% റിട്ടേൺസ് കൊടുത്തപ്പോൾ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ടോട്ടൽ റിട്ടേൺസ് ഇൻഡെക്സ് ഏകദേശം 35% റിട്ടേൺസ് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ റിസ്ക് അഡ്ജസ്റ്റഡ് ആയിട്ടുള്ള റിട്ടേൺസ് നമ്മൾ കമ്പ്യൂട്ട് ചെയ്താലും നിഫ്റ്റി 50 ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സിനെ കമ്പയർ ചെയ്യുമ്പോൾ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ടോട്ടൽ റിട്ടേൺ ഇൻഡെക്സ് സുപ്പീരിയർ ആയിട്ടുള്ള ഒരു റേഷ്യോ ആണ് ഇവിടെ കാണിക്കുന്നത്. ഈ ബെഞ്ച് മാർക്ക് ഇൻഡെക്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള, അതായത് ഫൈനാൻഷ്യൽ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള 15 കമ്പനികളാണ്. 361, ആദിത്യ ബിർള സൺ ലൈഫ് AMC, ആനന്ദ് രാജി വെൽത്ത് ലിമിറ്റഡ്, ഏഞ്ചൽ 1, ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ലിമിറ്റഡ്, സെൻട്രൽ ഡെപ്പോസിറ്ററി സർവീസസ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച് ലിമിറ്റഡ്, കെഫിൻ ടെക്നോളജീസ്, മോട്ടിലാൽ ഓസ്വാൾ ഫൈനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ്, നിപ്പോൺ ലൈഫ് ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് ലിമിറ്റഡ്, നുവാമ വെൽത്ത് മാനേജ്മെന്റ് ലിമിറ്റഡ്, UTA അസറ്റ് മാനേജ്മെന്റ് കമ്പനി ലിമിറ്റഡ്. ഈ പറഞ്ഞ 15 കമ്പനികളും റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളാണ്. ഈ കമ്പനികളുടെ പേര് നമ്മൾ ദിവസേന കേൾക്കുന്ന കമ്പനികളുമാണ്. ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഞാൻ ഈ പറഞ്ഞ 15 കമ്പനികളിൽ അതിൻ്റെ വെയിറ്റേജ് അനുസരിച്ച് അല്ലെങ്കിൽ ആ ഇൻഡെക്സിന്റെ വെയിറ്റേജ് അനുസരിച്ചാണ് നിക്ഷേപങ്ങൾ നടത്തുന്നത്. ഇതിൽ ഏകദേശം 37% ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് എക്സ്ചേഞ്ച് ആൻഡ് ഡാറ്റ പ്ലാറ്റ്ഫോമുകളിലാണ്. അതായത് BSE, ഇന്ത്യൻ എനർജി എക്സ്ചേഞ്ച്, മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ലിമിറ്റഡ്,
ഏകദേശം 23% അസറ്റ് മാനേജ്മെന്റ് കമ്പനികളിലാണ് നിപ്പോൺ ലൈഫ്, ഇന്ത്യ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ആദിത്യ ബിർള, HDFC അസറ്റ് മാനേജ്മെന്റ് കമ്പനി, UTI അസറ്റ് മാനേജ്മെന്റ് കമ്പനി. ഏകദേശം 20% നിക്ഷേപം നടത്തുവാൻ പോകുന്നത് ഡെപ്പോസിറ്ററീസും ക്ലിയറിംഗ് ഹൗസ് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ്. സെൻട്രൽ ഡെപ്പോസിറ്ററി ലിമിറ്റഡ്, കമ്പ്യൂട്ടർ ഏജ് മാനേജ്മെന്റ് സർവീസസ്, KFin ടെക്നോളജീസ്. വരുന്ന 20% ബ്രോക്കിംഗ്, ഫൈനാൻഷ്യൽ പ്രോഡക്റ്റ് അല്ലെങ്കിൽ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള കമ്പനികളിലാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ 361, ആനന്ദ് രാജി, ഏഞ്ചൽ വൺ, മോട്ടിലാൽ ഓസ്വാൾ ഫിനാൻഷ്യൽ സർവീസസ്, നുവാമ വെൽത്ത് മാനേജ്മെന്റ് സർവീസസ്. ഈ ഫണ്ടിൽ നിന്ന് കളക്ട് ചെയ്യുന്ന പണം ഞാൻ ഈ പറഞ്ഞ 15 കമ്പനികളിലാണ് നിക്ഷേപം നടത്തുന്നത്. ഈ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന ഇതേപോലെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക. സേവിങ്സ്, ഇൻവെസ്റ്റ്മെന്റ് ഇതേപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതിന് സ്മാർട്ട് ഇൻവെസ്റ്റ്മെന്റ് പ്ലാനിംഗ് എന്ന പേരിൽ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് സ്മാർട്ട് എന്ന് ടൈപ്പ് ചെയ്ത് ഒരു മെസ്സേജ് അയയ്ക്കുക. നിങ്ങൾക്ക് മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപം നടത്തുവാൻ താല്പര്യമുള്ള വ്യക്തികളാണെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ റിസ്ക് ആപ്പിറ്റേറ്റിനും നിങ്ങളുടെ റിട്ടേൺ എക്സ്പെക്റ്റേഷനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് ഒബ്ജക്റ്റീവിനും മാച്ച് ചെയ്യുന്ന സ്കീമുകൾ ഒരു ആംഫി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു മ്യൂച്വൽ ഫണ്ട് ഡിസ്ട്രിബ്യൂട്ടറുടെ സഹായത്തോടു കൂടി തിരഞ്ഞെടുക്കുക. കഴിഞ്ഞ ഒരു 4 വർഷക്കാലത്തിനിടയിലാണ് മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ച് കൂടുതൽ അവയർനെസ് നമ്മുടെ ആളുകളുടെ ഇടയിൽ ഉണ്ടാകുകയും അവർ മ്യൂച്വൽ ഫണ്ടുകളിലും അതേപോലെ ക്യാപിറ്റൽ മാർക്കറ്റിലും ഇൻവെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയതും. ഇപ്പൊ ഡിമാറ്റ് അക്കൗണ്ടിന്റെ കാര്യം തന്നെ എടുത്തു നോക്കിയാൽ 2016 2.3 കോടി ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഇന്ത്യയിൽ ഉണ്ടായിരുന്നത്. അത് 2020 ആയപ്പോഴത്തേനും 4.1 കോടിയായി. ഇപ്പൊ 2024 നമ്മൾ എത്തി നിൽക്കുമ്പോൾ ഏകദേശം 17.5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ഓരോ മാസവും ലക്ഷക്കണക്കിന് ഡിമാറ്റ് അക്കൗണ്ടുകളാണ് ഓപ്പൺ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഓരോ ദിവസവും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അതിനനുബന്ധമായിട്ടുള്ള രീതിയിൽ ഒരുപാട് ഡെവലപ്മെന്റ്സുകൾ വന്നിട്ടുണ്ട്. ഇതിനുപരിയായിട്ട് ഈ ക്യാപിറ്റൽ മാർക്കറ്റിന്റെ ഡെവലപ്മെന്റിന് നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ റെഗുലേറ്ററാണ്, സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ, സെബി. സെബിയുടെ പൂർണ്ണമായിട്ടുള്ള സൂപ്പർവിഷനിലാണ് ഞാനിപ്പോൾ ഇവിടെ വിവരിച്ച കമ്പനികളെല്ലാം ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്നത്. വരും കാലങ്ങളിൽ ഇതേപോലെ ഉള്ള കമ്പനികളിലുള്ള നിക്ഷേപം അതിന് നിക്ഷേപകർക്ക് കൂടുതൽ ലാഭം അല്ലെങ്കിൽ വരുമാനം ഉണ്ടാക്കി കൊടുക്കുവാനായിട്ടുള്ള എല്ലാ പോസിബിലിറ്റീസും ഉണ്ട്. കാരണം 145 കോടി ജനങ്ങളിൽ ഇനിയും മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് 140 കോടി ജനങ്ങൾ ബാക്കിയുണ്ട്. അതോടൊപ്പം തന്നെ ഡിമാറ്റ് അക്കൗണ്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഏകദേശം 15 കോടി ആളുകളാകാം. 17.5 കോടി ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു വ്യക്തി 3-4 ഡിമാറ്റ് അക്കൗണ്ടുകളൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന വ്യക്തികളുണ്ട്. അതിന് കറക്റ്റായിട്ടുള്ള ഒരു കണക്ക് എൻ്റെ കയ്യിലില്ല. എങ്കിൽ തന്നെയും ഏകദേശം ഒരു 15 കോടിയോളം ആളുകൾ ഷെയർ മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. ഇനിയും ഒരു 130 കോടി ജനങ്ങളോടി ഷെയർ മാർക്കറ്റിലും ക്യാപിറ്റൽ മാർക്കറ്റിലും ഡിമാറ്റ് അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുവാനുണ്ട്. ഓരോ ദിവസം ചെല്ലും തോറും ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്നു. ക്യാപിറ്റൽ മാർക്കറ്റിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ, മ്യൂച്വൽ ഫണ്ടുകളിലുള്ള ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് കൂടി വരുന്ന ഒരു സാഹചര്യത്തിൽ ഇതിനെ ഹെൽപ്പ് ചെയ്യുന്നതിനും ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നതിനും വേണ്ടിയിട്ട് കൂടുതൽ ഇതേപോലെയുള്ള സ്ഥാപനങ്ങൾ മുന്നോട്ട് വരേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഞാൻ നേരത്തെ മെൻഷൻ ചെയ്ത 15 സ്ഥാപനങ്ങളുടെ ഇമ്പോർട്ടൻസ് കൂടുകയും അവർക്ക് കൂടുതൽ ബിസിനസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ട് വരികയും അങ്ങനെയുള്ള സാഹചര്യത്തിൽ അതേപോലെയുള്ള കമ്പനികളുടെ ഇമ്പോർട്ടൻസ് കൂടുകയും അവരുടെ ബിസിനസ് കൂടുന്നതിനനുസരിച്ച് അവരുടെ റവന്യൂ ഇൻക്രീസ് ചെയ്യും, പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. ഫൈനലായിട്ട് ആ കമ്പനികളിൽ നിക്ഷേപം നടത്തിയിരിക്കുന്ന നിക്ഷേപകരുടെ ഇൻവെസ്റ്റ്മെന്റ് വാല്യൂ കൂടുകയും കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുമ്പോൾ കമ്പനികൾ കൂടുതൽ ഡിവിഡൻഡ് കൊടുക്കും. അതോടൊപ്പം തന്നെ കമ്പനിയുടെ ഏണിംഗ് പൊട്ടൻഷ്യലിന്റെ ബേസിസിൽ കമ്പനിയുടെ ഷെയർ പ്രൈസിൽ ഇൻക്രീസും വരാം. ഇതേപോലെയുള്ള കമ്പനികളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഇതേപോലെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള അഡ്വാൻറ്റേജുകൾ ഉണ്ടായേക്കാം. മോത്തിലാൽ ഓസ്വാൾ നിഫ്റ്റി ക്യാപിറ്റൽ മാർക്കറ്റ് ഇൻഡെക്സ് ഫണ്ട് എയിം ചെയ്യുന്നതും ഇതേപോലെയുള്ള കമ്പനികളിൽ നിക്ഷേപം നടത്തുവാനാണ്. ഡെപ്പോസിറ്ററീസ് ആൻഡ് ഇന്റർമീഡിയറീസ്, മ്യൂച്വൽ ഫണ്ട് കമ്പനീസ്, ബ്രോക്കേഴ്സ്, സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇതേപോലെ ഫിനാൻഷ്യൽ സെക്ടറിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനികളിലാണ് ഈ ഫണ്ട് നിക്ഷേപം നടത്തുന്നത്. ഇത് ഈ മ്യൂച്വൽ ഫണ്ട് സ്കീമിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് റെക്കമെൻഡേഷൻ അല്ല.
പ്യുവർലി എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് ഈ വീഡിയോ റെക്കോർഡ് ചെയ്തിരിക്കുന്നത്. ഒരു നിക്ഷേപകൻ എന്ന നിലയിൽ നിങ്ങൾ ഈ ഫണ്ടിനെ കുറിച്ച് പഠിക്കുക. ഈ ഫണ്ടിൽ നിക്ഷേപം നടത്തുന്നതിനുള്ള റിസ്ക് നിങ്ങൾ മനസ്സിലാക്കുക. ഇത് ഹൈ റിസ്ക് കാറ്റഗറിയിൽ പെടുന്ന ഒരു ഇൻവെസ്റ്റ്മെന്റ് ഫണ്ടാണ്. അതുകൊണ്ട് നിക്ഷേപം നടത്തുന്നതിന് മുന്നേ പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഒരു അഡ്വൈസ് എടുത്തതിന് ശേഷം മാത്രം നിക്ഷേപം നടത്തുക. ഈ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥാസമയം നിങ്ങളിൽ എത്തണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ലൈക്ക് ചെയ്യുകയും മറ്റുള്ളവരുടെ അറിവിലേക്ക് വേണ്ടി ഷെയർ ചെയ്യുകയും ചെയ്യുക. ഇതേപോലെ യൂസ്ഫുള്ളും ഇൻഫോർമേറ്റീവുമായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായിട്ട് മറ്റൊരവസരത്തിൽ കാണുന്നവരെ നന്ദി, നമസ്കാരം.